3 ചോദ്യങ്ങൾ, 3ലധികം ഉത്തരങ്ങൾ. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ്. ഹു ഈസ് ദ ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്? നമുക്കറിയാവുന്നതാണ്, ആൽഫ്രഡ് മാർഷൽ എന്ന എക്കണോമിസ്റ്റ് ആണ് മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കുന്ന വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരെന്താണ്? ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകത്തിന്റെ പേര് എന്ത്? പുസ്തകത്തിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്നാണ്. ആൽഫ്രഡ് മാർഷൽ എഴുതിയ പുസ്തകത്തിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ആരാണ് മാക്രോ എക്കണോമിക്സിന്റെ പിതാവ്? ഹു ഈസ് ദ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്? നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ് ആര്? പറയൂ, നിങ്ങൾക്കറിയാം ആരാണത്? ജെഎം കെയ്ൻസ് എന്നാണ്, അല്ലെ? ജെഎം കെയ്ൻസ് ആണ്. ജെഎം കെയ്ൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ പരീക്ഷകളിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്നല്ലേ? ജെഎം കെയ്ൻസ് എഴുതിയ പുസ്തകത്തിന്റെ പേര് എന്താണ്? പുസ്തകത്തിന്റെ പേര് ജനറൽ തിയറി എന്ന് ചുരുക്കി അറിയപ്പെടുന്ന ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം എഴുതിയത് ജെഎം കെയ്ൻസ്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം എഴുതിയത് ജെഎം കെയ്ൻസ്. അത് പബ്ലിഷ് ചെയ്ത വർഷം കൂടി പഠിക്കുക. പബ്ലിഷ് ചെയ്ത വർഷം 1936 ആണ്, 1936 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്നാണ്, അല്ലെ? ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്? അത് നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ അറിയാവുന്ന ആഡം സ്മിത്ത് ആണ്, അല്ലെ? ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് മറക്കരുത്, രാഷ്ട്രങ്ങളുടെ സമ്പത്ത് എന്നറിയപ്പെടുന്ന പുസ്തകം, വെൽത്ത് ഓഫ് നേഷൻസ്. മുഴുവൻ പേര് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ്. എഴുതിയ വർഷം മറക്കണ്ട, 1776, 1776. ഓക്കെ, ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ, പുതിയ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ കൃത്യമായിട്ട് അറിയാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.